എരിതീയിൽ എണ്ണയൊഴിച്ചിരിക്കുകയാണ് ചൈന ഇപ്പോൾ. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ആണവ കരാറായ ന്യൂ സ്റ്റാർട്ട് 2026 ഫെബ്രുവരിയിൽ അവസാനിക്കുന്നു. ലോകം ഇതിനകം തന്നെ ഒരു ആണവായുധ മത്സരത്തിന്റെ ഭീഷണി നേരിടുന്ന സാഹചര്യവുമാണ്. ഇവിടെയാണ് ചൈന ഇപ്പോൾ ഒരു വലിയ രഹസ്യ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. അതായത് ചൈന ഒരു പുതിയ രഹസ്യ ആണവായുധ കേന്ദ്രം നിർമ്മിക്കുന്നതായിട്ടുള്ള സൂചനകളൊക്കെയാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ ചൈന ഒരു പുതിയ രഹസ്യ ആണവായുധ കേന്ദ്രം നിർമ്മിക്കുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നത്. 2022നും 2026നും ഇടയിൽ എടുത്ത ഉപഗ്രഹ ചിത്രങ്ങളുടെ ജിയോസ്പേഷ്യൽ വിശകലനം തെക്കു പടിഞ്ഞാറൻ ചൈനയിലെ സിച്ചുവാൻ പ്രവിശ്യയിൽ ഒരു രഹസ്യ ആണവായുധ കേന്ദ്രത്തിന്റെ ഗണ്യമായ വികാസം വെളിപ്പെടുത്തിയതായി ന്യൂയോർക്ക് ടൈംസ് ഈ ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇവരിൽ പങ്കിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് 2019 മുതൽ ചൈനയുടെ ആണവ നിർമ്മാണം ത്വരിതപ്പെടുത്തുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ തന്ത്രപരമായ കഴിവുകൾ ഒരു സുപ്രധാന വഴിത്തിരിവായിരിക്കുകയാണ്. ഈ ചിത്രങ്ങൾ കാണിക്കുന്നത് സിച്ചുവാനിലെ ജിറ്റോങ് എന്ന സ്ഥലത്തെ താഴ്വരയിൽ പുതുതായി നിർമ്മിച്ച ബങ്കറുകളും മതിലുകളുമാണ് ഈ ചിത്രങ്ങൾ കാണിക്കുന്നത്. സ്ഥലത്ത് പുതുതായി നിർമ്മിച്ച സമുച്ചയത്തിൽ വിപുലമായ പൈപ്പിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഇത് അപകടകരമായ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന സൗകര്യങ്ങളോട് സാമ്യമുള്ളതാണ് എന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത്. ഒരു വാർഹഡിലെ ന്യൂക്ലിയർ മൂലകങ്ങളെ കംപ്രസ് ചെയ്യുന്ന കെമിക്കൽ ഡിറ്റനേറ്ററുകൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയായ ഉയർന്ന സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടുന്ന പരീക്ഷണങ്ങൾക്കായി ഈ ബങ്കറുകൾ ഉപയോഗിച്ചിരിക്കാമെന്നാണ് വിദഗ്ധർ അനുമാനിക്കുന്നത്. അതേപോലെ തന്നെ സിച്ചുവാനിലെ പിങ്ടോങ് എന്ന സ്ഥലത്തെ ഈ ഒരു സൗകര്യത്തിൽ തുടർച്ചയായ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി ഉപഗ്രഹ ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. ന്യൂയോർക്ക് ടൈംസ് പറയുന്നതനുസരിച്ച് 360 അടി ഉയരമുള്ള വെന്റിലേഷൻ സ്റ്റോക്ക് ഉള്ള ഒരു പ്രധാന ഘടന ഈ സൈറ്റിൽ ഉണ്ട്. ഇവിടെ ചൈന പ്ലൂട്ടോണിയം നിറഞ്ഞ ന്യൂക്ലിയർ വാർഹഡുകൾ നിർമ്മിക്കുന്നുണ്ട് എന്ന് വിദഗ്ധർ പറയുന്നു. ഈ കോറുകളാണ് ന്യൂക്ലിയർ സ്ഫോടനങ്ങൾക്ക് ഉത്തേജകമാകുന്നത്. ഈ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ അമേരിക്കയ്ക്കും ഇന്ത്യയിലും ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ചരിത്രപരമായി വഷളായതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങൾ ഇന്ത്യക്ക് ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അമേരിക്കയ്ക്കും. ചൈന ആണവായുധ ശേഖരം വർദ്ധിപ്പിച്ചാൽ ഇന്ത്യയും അതിന്റെ ആണവായുധ നയം ക്രമീകരിക്കേണ്ടതായി വരും. ആഗോളതലത്തിൽ ഭൗമരാഷ്ട്രീയം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഓരോ രാജ്യവും മെഗാ ബില്യൺ ഡോളറിന്റെ പ്രതിരോധ കരാറുകളിലൂടെയോ മാരകമായ ആയുധങ്ങൾ നവീകരിച്ചുകൊണ്ടോ തങ്ങളുടെ ആയുധ ശേഖരം ഇപ്പോൾ ശക്തിപ്പെടുത്തുകയാണ്. പലപ്പോഴും സെപ്റ്റംബർ 3 സൈനിക പരേഡിൽ ചൈന തങ്ങളുടെ മാതൃകാപരമായ ശക്തി പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഈ അടുത്തിടെ കപ്പൽ വിരുദ്ധ മിസൈലുകൾ, യുദ്ധ ഡ്രോണുകൾ, ആണവ വിന്യാസത്തിന് ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയിലെ ഏറ്റവും പുതിയ വികസനങ്ങൾ ചൈന സൈനിക പരേഡിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ചൈനയുടെ ചില ആയുധങ്ങൾക്ക് വിദൂര ശത്രുവായ അമേരിക്കയെ പോലും ആക്രമിക്കാനുള്ള കഴിവുമുണ്ടായിരുന്നു. ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 2024 അവസാനത്തോടെ ചൈനയുടെ കൈവശം ഏകദേശം 600-ലധികം ആണവ വാർഹെഡുകൾ ഉണ്ട് എന്നും 2030 ആകുമ്പോഴേക്കും അത് 1000-ലെത്തും എന്നുമാണ് പറയുന്നത്. ആ ആകത്തുക അമേരിക്കയുടെയും റഷ്യയുടെയും ശേഖരത്തെക്കാൾ വളരെ താഴെയാണ് എങ്കിലും വളർച്ചയുടെ വേഗത ആശങ്കാജനകമാണ് എന്നാണ് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. 360 അടി വെന്റിലേഷൻ സ്റ്റാക്ക് കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന പിങ്ടോങ്ങിലെ പ്രധാന ഘടന പുതിയ വെന്റുകളും ഹീറ്റ് ഡിസ്പേഴ്സറുകളും ഉപയോഗിച്ച് നവീകരിച്ചിരിക്കുകയാണ്. സമീപത്തെ കൂടുതൽ നിർമ്മാണം നടക്കുന്നുമുണ്ട്. ഈ പിങ്ടോങ്ങിന്റെ രൂപകൽപ്പന അമേരിക്കയിലെ ലോസ് അലോമസ് നാഷണൽ ലബോറട്ടറി ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിലെ പ്ലൂട്ടോണിയം പിറ്റ് ഉൽപാദന പ്ലാന്റുകളോട് സാമ്യമുള്ളതാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഏകദേശം 60 വർഷങ്ങൾക്ക് മുമ്പേ, അതായത് മാവോ സെതോങ്ങിന്റെ കാലഘട്ടത്തിൽ അമേരിക്കയോടെ അല്ലെങ്കിൽ റഷ്യയോടെ ആക്രമിക്കുന്നതിന് തയ്യാറെടുക്കുന്നതിനായി ചൈന ആഭ്യന്തര നിക്ഷേപവും വലിയ തോതിലുള്ള വികസനവും വികസിപ്പിച്ചപ്പോൾ 3 ലൈൻ കൺസ്ട്രക്ഷൻ സംരംഭത്തിന്റെ ഭാഗമായി പർവ്വത പ്രദേശങ്ങളിലാണ് ചൈനയുടെ രഹസ്യ ആണവ സൗകര്യങ്ങൾ നിർമ്മിച്ചത്. മുൻനിരകളിൽ നിന്ന് മാറി ഉൾനാടൻ മേഖലയിലെ നിയുക്തമാക്കിയ 3-ാം ലൈൻ വ്യാവസായിക സൈനിക സൗകര്യങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ചു. എങ്കിലും 1980-കളിൽ റഷ്യ, ചൈന, അമേരിക്ക എന്നിവ തമ്മിലുള്ള സംഘർഷങ്ങൾ കുറഞ്ഞതിന് ശേഷം ഈ ആണവ കേന്ദ്രങ്ങൾ കുറയ്ക്കുകയും അതേപോലെ തന്നെ ഇത് അപൂർവമായി മാത്രമാണ് ഉപയോഗിക്കുകയും ചെയ്തത്. എന്നാൽ അന്താരാഷ്ട്ര ചലനാത്മകതയിലെ സമീപകാല മാറ്റങ്ങൾ ആണവ വാർഹെഡുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ നിർമ്മിക്കാനും പരീക്ഷിക്കാനും കഴിവുള്ള സൗകര്യങ്ങൾ ചൈന വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വിശകലനങ്ങളിലേക്ക് നയിക്കുന്നത്. ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്ന് തെക്കു പടിഞ്ഞാറൻ മേഖലയിലെ ചൈനയുടെ ഈ ആണവ മുന്നേറ്റങ്ങൾ പ്രാദേശിക സുരക്ഷാ ചലനാത്മകതയെ സാരമായി മാറ്റുന്നുണ്ട്. ലഡാക്ക്, അരുണാചൽ പ്രദേശ് പോലുള്ള തർക്ക പ്രദേശങ്ങളിൽ
ചൈനയുടെ ഈ ആണവ പ്രതിരോധം കൂടുതൽ ശക്തമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വർദ്ധിച്ച കഴിവുകൾ അവരെ കൂടുതൽ ആക്രമണാത്മക നിലപാടുകൾ സ്വീകരിക്കാൻ ധൈര്യപ്പെടുത്തും. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ആണവ നയം NFU നോ ഫസ്റ്റ് യൂസ് ഈ സിദ്ധാന്തത്തെയും പ്രതിരോധ തന്ത്രത്തെയും ഈ വിപുലീകരണം സങ്കീർണമാക്കുകയും ചെയ്യും. ഭാവിയിലെ പരമ്പരാഗത അതിർത്തി തർക്കങ്ങളിൽ കൂടുതൽ ആത്മവിശ്വാസമുള്ള ചൈന ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തെ പരീക്ഷിച്ചേക്കാനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പരമ്പരാഗത ആണവ സംവിധാനങ്ങളെ സഹകരിക്കുന്നതിലേക്ക് ചൈന നീങ്ങുന്നുണ്ട്. ഇതൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ചൈനീസ് സൈനിക നീക്കങ്ങളെ വ്യാഖ്യാനിക്കുന്നത് ഇന്ത്യക്ക് ബുദ്ധിമുട്ടുമാക്കും. ഇതുകൂടാതെ ഇന്ത്യയുടെ അഗ്നി 5 വിശ്വസനീയമായ പ്രതികാര ഭീഷണി നിലനിർത്തുന്നതിന് വേണ്ടി കാനിസ്റ്ററൈസ്ഡ് മിസൈലുകൾ പോലുള്ള സ്വന്തം വിക്ഷേപണ സംവിധാനങ്ങൾ ത്വരിതപ്പെടുത്താൻ ഇന്ത്യ സമ്മർദ്ദത്തിലുമാകും. ഇങ്ങനെ പല രീതിയിൽ ഈ സിജുവാൻ സംഭവ വികാസങ്ങൾ ഇന്ത്യയുടെ തന്ത്രപരമായ സ്ഥിരതയെ സ്വാധീനിക്കുന്നു. അതേപോലെ തന്നെ മറ്റൊരു വാർത്തയാണ് ഇന്ത്യയുടെ ഏകദേശം 19,000 കോടി ചെലവിലുള്ള വണ്ടർ ടണൽ. ഇത് ചൈനയെ ഇപ്പോൾ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ട്രെയിനുകളും ട്രക്കുകളും ഒരേ സമയം ഒരു നദിക്കടിയിൽ ഓടും. 20 മിനിറ്റിനുള്ളിൽ 240 കിലോമീറ്റർ യാത്ര. ഇന്ത്യയിലെ ആദ്യത്തെ ഇരട്ട തുരങ്കം. ബുള്ളറ്റ് ട്രെയിൻ ആരംഭിക്കുന്നതിനുള്ള തീയതികൾ ഇപ്പോൾ ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ 2027 ട്രാക്കുകളിൽ ഓടിത്തുടങ്ങും. ബുള്ളറ്റിന് ശേഷം ഇന്ത്യ ഇപ്പോൾ ആദ്യത്തെ അണ്ടർ വാട്ടർ റോഡ് കം റെയിൽ തുരങ്കം നിർമ്മിക്കാൻ പോകുന്നു. ഏകദേശം 18,664 കോടി രൂപ ചിലവിൽ ഇന്ത്യയിലെ ആദ്യത്തെ വണ്ടർ ടണൽ നിർമ്മിക്കാൻ പോവുകയാണ്. ഈ തുരങ്കത്തിന്റെ പ്രഖ്യാപനം ചൈനയെ ഇപ്പോൾ അസ്വസ്ഥതയാക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഈ അണ്ടർ വാട്ടർ തുരങ്ക പദ്ധതി ചൈനീസ് അതിർത്തിയിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കും. അതായത് ഏകദേശം 240 കിലോമീറ്റർ ദൂരം വെറും 20 മിനിറ്റിനുള്ളിൽ പിന്നിടും. ഇതിനർത്ഥം ഇന്ത്യ ചൈന അതിർത്തിയിലേക്ക് സാധനങ്ങൾ എത്തിക്കുകയോ കൊണ്ടുപോവുകയോ ചെയ്യുന്നത് ഇനി വളരെയധികം എളുപ്പവും അതേപോലെ തന്നെ വേഗതയേറിയതും ആയിരിക്കും. അസമിലെ ബ്രഹ്മപുത്ര നദിയുടെ അടിയിലാണ് ഈ പുതിയ റോഡ് കം റെയിൽ അണ്ടർ വാട്ടർ ടണൽ നിർമ്മിക്കുന്നത്. ഈ തുരങ്കം 6 മണിക്കൂർ യാത്ര വെറും 20 മിനിറ്റായി കുറയ്ക്കും. 33.7 കിലോമീറ്റർ നീളമുള്ള ഈ തുരങ്കം ഗോഹ്പൂരിനെ അതായത് NH-15 മാലിഗഡുമായി ബന്ധിപ്പിക്കും. നിലവിൽ നുമാലിഗഡിനും ഗോഹ്പൂരിനും ഇടയിലുള്ള ദൂരം 240 കിലോമീറ്റർ ആണ്. ഇത് സഞ്ചരിക്കാൻ 6 മണിക്കൂർ എടുക്കും. അതെ, ഇന്ത്യയിലെ ആദ്യത്തെയും ലോകത്തിലെ തന്നെ രണ്ടാമത്തെയുമായി അണ്ടർ വാട്ടർ റോഡ് കം റെയിൽ ടണൽ പദ്ധതി റോഡ്, റെയിൽ ലൈനുകൾ എന്നിവ ഒരു തുരങ്കത്തിനുള്ളിൽ സംയോജിപ്പിക്കും. ഇത് ട്രെയിനുകൾക്കും വാഹനങ്ങൾക്കും ഒരേ സമയം പ്രവർത്തിക്കാൻ സാധിക്കും. 18,662 കോടി രൂപ ചെലവിൽ ഈ ഇരട്ട ട്യൂബ് തുരങ്കത്തിന്റെ നിർമ്മാണത്തിന് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു. ഈ തുരങ്കം വടക്ക് കിഴക്കൻ മേഖലയിലെ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുകയും അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് എന്നിവയുൾപ്പെടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യും. 34 കിലോമീറ്റർ നീളമുള്ള ഈ പദ്ധതിയിൽ ഉയർന്ന ശേഷിയുള്ള ചലനം സുഗമമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത 2 സമാന്തര തുരങ്കങ്ങളും ഉണ്ടാവും. ഇത് ട്രെയിനുകൾക്കും ട്രക്കുകൾക്കും പ്രവർത്തിക്കാൻ സാധിക്കും. ബ്രഹ്മപുത്ര നദിക്ക് കീഴിൽ 15.79 കിലോമീറ്റർ തുരങ്കം നിർമ്മിക്കും. ഇന്ത്യയുടെ ഈ വലിയ പദ്ധതി 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ഇത് അസമിനെയും അരുണാചൽ പ്രദേശിനെയും അതിവേഗ കണക്ടിവിറ്റിയിലൂടെ ബന്ധിപ്പിക്കും. ഈ മെഗാ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതി ചൈന അതിർത്തിക്കടുത്തുള്ള അതിർത്തി കണക്ടിവിറ്റിയും മെച്ചപ്പെടുത്തും. ഏകദേശം 19,000 കോടി ചെലവിലുള്ള ഇന്ത്യയുടെ വണ്ടർ ടണൽ പദ്ധതി ഇപ്പോൾ ചൈനയെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഇതുപോലെയുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.